നമസ്കാരം. കടന്നൽക്കൂട് ഇളകിയതുപോലെ ഇറാൻ കണ്ണിൽ കണ്ടവരെയെല്ലാം കുത്തി ആശ്വസിക്കുകയാണ്. തങ്ങളുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിൻ്റെ ദേഷ്യത്തിൽ അറബ് രാജ്യങ്ങളെ മുഴുവൻ പരക്കെ ആക്രമിച്ച് ഇറാൻ കോപം കൊണ്ട് കലിതുള്ളി നടക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഇന്നലെ വാർത്തകളിൽ കണ്ടതുപോലെ ഇന്നലെ ഒമാനെ മാത്രം ആക്രമിച്ചില്ല എന്നുള്ളതായിരുന്നു നമ്മൾ റിപ്പോർട്ട് പ്രസന്റ് ചെയ്ത സമയത്ത് പറയാനായ സംഗതി. മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഇന്നലെ തന്നെ ഉച്ചയോടുകൂടി ഒമാനിൽ ഒരു എണ്ണക്കപ്പലിനെ ആക്രമിച്ചുകൊണ്ടാണ് ഒമാന് നേരെയുള്ള ആക്രമണം അവർ തുടങ്ങിയത്. കൂടാതെ അങ്ങ് അകലെ കിടക്കുന്ന മധ്യാരണ്യയിൽ കിടക്കുന്ന സൈപ്രസിലെ ബ്രിട്ടൻ്റെ നേവൽ കേന്ദ്രത്തെ ആക്രമിച്ചു. വിച്ച് മീൻസ് സൈപ്രസിനെ ആക്രമിച്ചു. ഫ്രാൻസിൻ്റെ നേവൽ ബേസിനെ ആക്രമിച്ചു. അപ്പോൾ സൈപ്രസിനെ ആക്രമിക്കുമ്പോൾ സൈപ്രസിൻ്റെ വടക്കൻ മേഖല നിയന്ത്രിക്കുന്നത് തുർക്കിയാണ്. അപ്പം ഇൻ ഇഫക്റ്റിൽ തുർക്കിയെയും ആക്രമിച്ചതുപോലെയാണ് ഈ കാര്യങ്ങൾ വരുന്നത്. കൂടാതെ അവർ ഞാൻ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് ഫ്രഞ്ച് നേവൽ ബേസുകളെ ആക്രമിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് നാറ്റോയെ അവരെ ഇൻവൈറ്റ് ചെയ്ത് കയറ്റി എന്ന് വേണമെങ്കിൽ പറയാം, യുദ്ധത്തിനകത്തേക്ക് കൊണ്ടുവന്നു. കൂടാതെ ദുബായിയും അബുദാബിയും അവർ കാര്യമായി ആക്രമിച്ചു. ദുബായിയോടൊക്കെ വാസ്തവത്തിൽ ഇറാന് ഈ സുന്നി രാജ്യങ്ങളോടുള്ള അസൂയ ഈ ആക്രമണത്തിൽ വളരെ വ്യക്തമാണ്. ഒരു കാര്യവുമില്ലാതെ സിറ്റികൾ ആക്രമിക്കുക. നമ്മൾ സാധാരണ ഏത് യുദ്ധത്തിലും പാലിക്കുന്ന ചില മാന്യതകളുണ്ട്. അത് സ്ട്രാറ്റജിക് പോയിന്റ്സ് ആക്രമിക്കുക എന്നുള്ളതാണ്. വഴിതെറ്റി ഒന്നോ രണ്ടോ മിസൈലുകൾ മിസൈല് വഴിതെറ്റിപ്പോകാം, അല്ലെങ്കിൽ മിസൈലിനെ ചെറുക്കാനുള്ള ശ്രമത്തിനിടയിലൂടെ മിസൈൽ ഗ്ലൈഡ് ചെയ്ത് പോയേക്കാം. അങ്ങനെയൊക്കെ അപകടങ്ങൾ സംഭവിക്കാം. പക്ഷേ സ്ട്രാറ്റജിക് പോയിന്റ്സിനെ ലക്ഷ്യം വെക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ ഏത് യുദ്ധത്തിനകത്തുണ്ട്. ഇത് ജനവാസ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആണ് ഇറാന്റെ ആക്രമണങ്ങൾ വരുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. അപ്പോൾ അതിൽ ദുബായും അബുദാബിയും ഒക്കെ ആക്രമിച്ച് 8-10 മനുഷ്യർ UAE മാത്രമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇന്നത്തെ പത്രവാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് ഈ രാജ്യങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ 1-2 ആളുകൾ കൊല്ലപ്പെട്ടതായിട്ട് സൂചനകളുണ്ട്. ഈ മിസൈലുകളൊക്കെ തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇന്റർസെപ്റ്റ് ചെയ്യാതെ ചില മിസൈലുകളും ചില ഡ്രോണുകളും ഉള്ളിൽ വന്ന് വീണിട്ടുണ്ട്. ഇതിനൊക്കെ ഈ ഇന്റർസെപ്ഷൻ എന്നൊക്കെ പറയുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഇത് 100 കണക്കിന് മിസൈലുകൾ ഒന്നിച്ചു വരുമ്പോൾ എല്ലാത്തിനെയും ഇന്റർസെപ്റ്റ് ചെയ്യാനാവില്ല. അതിനകത്ത് ഒരു 2% മുതൽ 4% വരെ രക്ഷപ്പെട്ട് ഉള്ളിൽ വരും. ഒരു മിസൈൽ എന്ന് പറഞ്ഞാൽ ഒരു 100 നില കെട്ടിടത്തിന്റെ മുകളിൽ മിസൈൽ വന്ന് വീണാൽ അത് എൻ്റയർ ബിൽഡിംഗ് വിൽ ബി കൊളാപ്സ്ഡ്. ആ ബിൽഡിംഗ് മൊത്തം പോയിരിക്കും. അപ്പം അത്രയും വലിയ ഇമ്പാക്റ്റാണ് ഇത്തരം കാര്യങ്ങൾക്കുള്ളതെന്ന് മനസ്സിലാക്കണം. കൂടാതെ ഇത് ആ പർട്ടിക്കുലർ സ്കെയിൽ വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വരുന്ന ചീളുകൾ താഴേക്ക് വന്ന് പതിച്ചാലും അത് ലീത്തലാണ്. അതെവിടെ വന്ന് വീഴുന്നോ, ഒരു വീടിൻ്റെ മുകളിൽ വീണ വീട് തകരാനുള്ള സാധ്യതയുണ്ട്. ഒരു വാഹനത്തിൻ്റെ മുകളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ വാഹനം തകരും, അതിലുള്ള ആളുകൾ മരിക്കും. കാരണം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമിക്കുമ്പം എപ്പോഴും ആളുകൾ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ സംഗതിയാണ്. ദെൻ സൗദി അറേബ്യയിലും ഇറാഖിലും ഒക്കെ ആക്രമണം നടക്കുന്നു. സൗദി അറേബ്യ ഇറാഖ് കൊണ്ട് വലിയ രാജ്യങ്ങളാണ്. അപ്പം അതിന് വലിപ്പം കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിന് വലിയ പരിക്കുകൾ മിനിമമാണ്. നേരെ മറിച്ച് ഈ ദുബായ് എന്ന് പറയുന്നത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സിറ്റിയാണ്. അപ്പോൾ അവിടെ എവിടെ ആക്രമിച്ചാലും പരുക്കുറപ്പാണ്. എവിടെ വന്ന് വീണാലും പരുക്കുറപ്പാണ്. കാരണം അവിടെ വീഴാൻ സ്ഥലമില്ല, ഫ്രീ സ്പേസ് ഇല്ല. അവിടെ വീഴുന്നിടത്തെല്ലാം ബിൽഡിങ്സ് ആണ്, അല്ലെങ്കിൽ ജനമാണ്. അബുദാബിയുടെ അവസ്ഥയും അത് തന്നെയാണ്. അപ്പോൾ അവർ വളരെ ഇറാനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് വെരി ക്ലോസ്. ഇറാന്റെ ഷോറിൽ നിന്ന് ഒരു 100-150 കിലോമീറ്റർ അകലേക്ക് മാത്രം ആണ് ഈ സ്ഥലങ്ങളുള്ളത്. അപ്പോൾ അവർക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇതിനെ ആക്രമിക്കാൻ പറ്റും. അപ്പോൾ അത് കണ്ടവരെ മുഴുവൻ തല്ല എന്നുള്ളതാണ്. അപ്പം ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ കിങ് അപ്പം തന്നെ പറഞ്ഞു, നിങ്ങൾ അയൽവാസികളോട് യുദ്ധം ചെയ്യല്ല, ഞങ്ങളുമായിട്ടല്ലല്ലോ നിങ്ങളുടെ യുദ്ധം, നിങ്ങൾക്ക് ഇസ്രായേലും അമേരിക്കയുമായിട്ടല്ല യുദ്ധം, ഞങ്ങളെ ആക്രമിക്കരുതേ എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് റെസ്പോണ്ട് ചെയ്യാനൊന്നും ആളില്ല. കാരണം ഖമനേയി പോയി കഴിഞ്ഞു. ഇനി അവിടെ തലപ്പത്ത് ആരാണ് എന്നുള്ള വിഷയം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് വരുന്നു. കൂടാതെ ഇസ്രായേലിൽ കാര്യമായ ആക്രമണങ്ങൾ നടത്തുവാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 300ഓളം മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി അയക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. ആ 300 മിസൈലുകളിൽ ഏകദേശം 50 എണ്ണം ഇസ്രായേലിന്റെ ടെറിട്ടറി ക്രോസ് ചെയ്ത് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ വളരെ ചുരുക്കം 2-3 എണ്ണം മാത്രം നിലത്ത് പതിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ജെറുസലേമിൽ ഒരു സിനഗോഗിന്റെ മുകളിൽ വന്ന് വീണിട്ടുണ്ട്. ആ സിനഗോഗിന്റെ അടിയിൽ ഒരു പബ്ലിക് ഷെൽട്ടർ ഉണ്ടായിരുന്നു.
ആ പബ്ലിക് ഷെൽട്ടറുള്ള 9 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ മിസൈൽ വീണ സമയത്ത് തന്നെ 7 പേര് കൊല്ലപ്പെട്ടു, 2 പേർ ഗുരുതരമായി പരിക്കേറ്റു. കൂടാതെ 10-17 പേർ വരെ പരിക്കേറ്റവരുണ്ട്, പക്ഷെ 2 പേരുടെ പരിക്ക് ഗുരുതരമായിരുന്നു. അതിൽ ഒരാൾ പോകുന്ന വഴിക്ക് കൊല്ലപ്പെട്ടു, ഒരാൾ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ. അപ്പോൾ 8 പേര് മരിച്ചു, 9 പേർ മരിച്ചു എന്നിങ്ങനെ റിപ്പോർട്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും ഒരു സിനഗോഗിൻ്റെ അടിയിലുള്ള ഈ ഷെൽട്ടർ, അപ്പോൾ ഷെൽട്ടർ പൊളിഞ്ഞാണ് മരിച്ചത് എന്നുള്ള പ്രാഥമിക റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ആളുകൾ ഷെൽട്ടറിന് പുറത്തു നിന്നവരാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ ഇന്ന് വരികയുള്ളൂ. കൂടാതെ ടെലവീവിലും വ്യാപകമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. മിസൈലുകളുടെ പീസുകൾ, ഇന്റർസെപ്റ്റ് ചെയ്ത മിസൈലുകളുടെ പീസുകൾ വീണ് പല കെട്ടിടങ്ങളും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ ഒരാൾ ടെലവീവിൽ മരിച്ചതായി റിപ്പോർട്ടുണ്ട്. അപ്പോൾ ടെലവീവ്, ജെറുസലേം, സാധാരണ ജെറുസലേമിനെ ആക്രമണങ്ങളിൽ നിന്ന് ഇറാൻ ഒഴിവാക്കി വയ്ക്കാറുണ്ട്. കഴിഞ്ഞ തവണ 12 ഡേ വാറിലൊന്നും ജെറുസലേമിനെ ആക്രമിച്ചിരുന്നില്ല. കാരണം ഈ മുസ്ലിങ്ങൾക്കും താല്പര്യമുള്ള അവരെ സംബന്ധിച്ചും അത് വിശുദ്ധമെന്ന് കരുതുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവരുടെ ഈ അൽ അസ്ക മോസ്കിൻ്റെ ജസ്റ്റ് 1 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു മിസൈലിൻ്റെ ഫ്രാഗ്മെൻറ്റ്, കാര്യമായിട്ട് വലിയൊരു ഫ്രാഗ്മെൻറ്റ് വന്ന് വീണിരുന്നു. ആ ഫ്രാഗ്മെൻറ്റ് അൽ അസ്ക മോസ്കിൻ്റെ മുകളിലാണ് വീണിരുന്നെങ്കിൽ അതിൻ്റെ കഥ അതോടെ തീർന്നേനെ. അപ്പം എവിടേക്കെന്നില്ലാതെ മിസൈലുകൾ കൊണ്ട് ആക്രമിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, ഒരു കടന്നൽക്കൂട് ഇളകിയ സമയത്ത് വളരെ ഫ്രാൻറ്റിക് ആയിട്ടുള്ള ഒരു ആക്രമണമാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. കൂടാതെ സുന്നി മുസ്ലിങ്ങളോടുള്ള അവരുടെ വലിയ ഒരു ദേഷ്യം, കാരണം അമേരിക്കയുടെ കൂടെ ചേർന്ന് നിന്ന് പുരോഗതി പ്രാപിക്കുന്നു എന്നുള്ള ആ വലിയ ഒരു അസൂയ പൂർണ്ണമായിട്ടും അവർ പുറത്തെടുക്കുകയും അവരെ കണ്ണും പൂട്ടി ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ അപ്പം ഇസ്രായേലിൽ ആക്രമണങ്ങൾ കണ്ടക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ടെലവീവിലും ജെറുസലേമിലാണ് കൂടുതൽ പരിക്ക് പറ്റിയത്. ജെറുസലേമിൻ്റെ അടുത്തുള്ള ബെയ്ത്ത് ഷെമേഷ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സിനഗോഗിൻ്റെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റിയും ആക്രമിക്കപ്പെടുകയും അങ്ങനെ ഇത്രയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ടെലവീവിൽ പ്രധാനമായിട്ടും കെട്ടിടങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്, ആളുകൾക്ക് വലിയ പരിക്കില്ല. ടെലവീവ് വളരെ ബിസി ആയിട്ടുള്ള സിറ്റിയാണ്. അപ്പം നേരത്തെ ഞാൻ ദുബായിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എവിടെ വീണാലും പരിക്ക് ഉറപ്പാണ്. അത് ആളുകളൊക്കെ ഷെൽട്ടറിലായിരുന്നുകൊണ്ട് ആളുകൾക്ക് കാര്യമായിട്ട് പറ്റിയിട്ടില്ല, പക്ഷേ ബിൽഡിങ്ങുകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ കോൺസെൻട്രേറ്റ് എയിം ചെയ്യുന്നത് ജനവാസ മേഖലകളെയാണ് എന്നുള്ളത് വളരെ പ്രത്യേകമായ കാര്യമാണ്. വളരെ വർത്തമാനം പറയുമ്പോൾ ഭയങ്കരമാണ്. ഞങ്ങൾ US-ന്റെ 27 ബേസുകളെയാണ് ഞങ്ങൾ ആക്രമിച്ചതെന്ന് അവർ അവകാശപ്പെടുന്നത്. ഈ ബേസുകളൊന്നും ഇത് ആക്രമിക്കപ്പെട്ട കാര്യം അറിയുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ ബേസുകളൊക്കെ വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. നേരെ മറിച്ച് ജനവാസ കേന്ദ്രങ്ങൾ അതുപോലെ പ്രൊട്ടക്റ്റഡ് അല്ല. ഒരു യുദ്ധത്തിൽ എപ്പോഴും മിലിറ്ററി ബേസുകളെ, സ്ട്രാറ്റജിക് പോയിന്റുകളെ ആണ് ഒരു യുദ്ധത്തിൽ എപ്പോഴും ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം പോയിന്റുകളാണ് വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുക. ജനവാസ മേഖലകളെ സാധാരണഗതിയിൽ ടാർഗറ്റ് ചെയ്യാത്തത് കൊണ്ട് അത് അത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആയിരിക്കില്ല, അതിന് അത്രത്തോളം മിസൈൽ വേധക സംവിധാനങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് ആക്രമിക്കപ്പെടും. ഇവർ ഈ 27 US ബേസുകളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ആ 27 US ബേസുകളും അങ്ങേയറ്റം പ്രൊട്ടക്റ്റഡ് ആണ്, അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇവർ അവിടേക്ക് ആക്രമിച്ചു എന്ന പേരിൽ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ച് സായുജ്യം അടയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സൈപ്രസിലുള്ള ബ്രിട്ടൻ്റെ നേവൽ ബേസിൽ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്, ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ബ്രിട്ടനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുന്നതിന് തുല്യമായി. ഖത്തറിലുള്ള ഫ്രാൻസിൻ്റെ നേവൽ ബേസിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്, അതും ഫ്രാൻസിനെ ഇതിനകത്തേക്ക് വലിച്ചിഴക്കുന്നതിന് തുല്യമായിട്ടുള്ള സംഗതിയാണ് എന്ന് മനസ്സിലാക്കണം. അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് കാരിയറുടെ നേരെ 4 മിസൈലുകൾ ഇറാൻ അയച്ചിരുന്നു. കാരിയറിൻ്റെ അടുത്ത പ്രദേശത്ത് എത്തിയില്ല, എന്നാലും അതിനെ ലക്ഷ്യം വെച്ച് 4 മിസൈലുകൾ അവർ അയച്ചിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ 3 പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട്. അത് ഗൾഫ് മേഖലയിലെ മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ ഏതോ മിലിറ്ററി ബേസിലാണ്, കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ഏത് മിലിറ്ററി ബേസിലാണ് ഈ പട്ടാളക്കാർ കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞിട്ടില്ല. 5 മുതൽ 7 വരെ ആളുകൾക്ക് പരിക്ക് പറ്റിയതായും പറയുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഇന്നലെ 2 തവണ ടെലിവിഷനിൽ ലൈവായി വന്ന് അമേരിക്കൻ ജനതയോട് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ യുദ്ധം ചെയ്യുന്നത്, ഇത് അമേരിക്കയുടെ നേരെയുള്ള എക്കാലത്തേക്കുമുള്ള ഒരു ശത്രുവിനെ തുടച്ചു നീക്കാനുള്ള ഒരു യുദ്ധമാണ്. സ്വാഭാവികമായിട്ടും ഒരു യുദ്ധമാണ്. യുദ്ധം ചെയ്യുമ്പോൾ 2 ഭാഗത്ത് നഷ്ടം ഉണ്ടാവും. അപ്പം നമ്മളുടെ ഭാഗത്തു നിന്ന് നഷ്ടങ്ങൾ സഹിക്കാതെ ഒരു യുദ്ധം ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് അദ്ദേഹം ജനത്തെ ബോധ്യപ്പെടുന്നുണ്ട്. യുദ്ധത്തിൻ്റെ ഓരോ സ്റ്റേജിലുമുള്ള പ്രോഗ്രസ്സുകളും അതുപോലെ അമേരിക്കയ്ക്ക് നേരിടുന്ന തിരിച്ചടികളും ഒക്കെ കൃത്യമായി അദ്ദേഹം ജനത്തെ നേരിട്ട് അറിയിക്കുന്നുണ്ട്. കാരണം അമേരിക്കൻ മീഡിയയിലെ 80%
ഡെമോക്രാറ്റുകളുടെ നിയന്ത്രണത്തിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ വരുന്നത് പോലെ നെഗറ്റീവ് ന്യൂസുകളാണ് ഇതിലൊക്കെ വരിക. ആൻറ്റി അമേരിക്കൻ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ന്യൂസുകളാണ് വരിക. അതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റ് നേരിട്ട് ജനത്തോട് എന്താണ് അവിടെ സംഭവിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും നെഗറ്റീവ് മീഡിയ എപ്പോഴും തരുന്ന ന്യൂസുകൾ 90% നെഗറ്റീവ് ന്യൂസുകളാണ് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇറാനെ സംബന്ധിച്ച് അവിടെ ഒരു പുതിയ ഖമനേയി, അവരുടെ ഭരണം തലപ്പത്ത് നിന്നുള്ള ആള് ഖമനേയി നീക്കം ചെയ്യപ്പെട്ടതോടെ ഇനി ഒരു പുതിയ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ അവരുടെ ഷൂറ കൗൺസിൽ എന്ന് പറയുന്ന സാധനം കൂടി ചേർന്നാൽ മാത്രമാണ് ഒരു പുതിയ ഭരണാധികാരി അവർക്ക് സെലക്ട് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഈ ഷൂറ കൗൺസിൽ കൂടണമെങ്കിൽ അത് 80ഓളം ആളുകളുള്ള ഒരു കൗൺസിലാണ്. അങ്ങനെ ഒരു കൗൺസിൽ കൂടി ചേർന്നാൽ മിക്കവാറും 80 പേരും ആ മൊമെന്റിൽ തുടച്ചു നീക്കപ്പെടുമെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് ഖമനേയി അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തെ മുൻകൂട്ടി കണ്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ ഏൽപ്പിച്ച ഒരാളുണ്ട്. ദാറ്റ് ഈസ് അലി ലരിഞ്ചാനി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം 2008 മുതൽ 2020 വരെ ഇറാനിലെ സ്പീക്കറായിരുന്നു. കൂടാതെ ഖമനയുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ്. ന്യൂക്ലിയർ ടോക്സിലൊക്കെ ഏറ്റവും കീ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ആളെയാണ്. ആൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഒരു പുരോഹിതനല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിന്റെ ഭരണ നേതൃത്വം ഏൽക്കാൻ കഴിയില്ല. കാരണം ഇത് മത റെജീമാണ്. ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച ആളാണ്. പക്ഷെ ആള് നല്ല വിദ്യാഭ്യാസവും വെസ്റ്റേൺ എഡ്യൂക്കേഷനും കിട്ടിയിട്ടുള്ള ആളാണ്. മത തീവ്രവാദിയാണ്. ഈ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ഇറാനിയനെ വിപ്ലവത്തെ, ജനകീയ വിപ്ലവത്തെ അടിച്ചമർത്താൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തതും മുന്നിട്ട് നിന്നതും ലാരിഞ്ചാനിയാണ്. അപ്പൊ ഈ ലാരിഞ്ചാനിനെയാണ് പിന്നെ ഈ ഖമനേയി തന്റെ പിൻഗാമിയായിട്ട് പറഞ്ഞു വെച്ചിരുന്നത്. അപ്പൊ ലാരിഞ്ചാനി പിൻഗാമിയായിട്ട് പെട്ടെന്ന് ഭരണ നേതൃത്വം ഏറ്റെടുക്കാതെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 3 അംഗങ്ങളുള്ള ഒരു സമിതിയാണ് ഇപ്പം അവിടെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ ഇറാനിയൻ പ്രസിഡന്റ് പെഷേസ്കിയാൻ തന്നെയാണ് അതിന്റെ തലപ്പത്തുള്ളത്. പിന്നെ അവരുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള മുഹ്സാനി ഇസൈ, സുപ്രീം കോടതി നമ്മുടെ പോലത്തെ കോടതിയല്ല, മതകോടതിയാണ്. അതുകൊണ്ട് തന്നെ ഇയാളൊരു മതപുരോഹിതനും ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാളുമാണ്. അവരുടെ മതനിയമം ആണ് ഇദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ ഫീൽഡ്. അപ്പം ദാറ്റ് ഈസ് മുഹ്സാനി ഇസൈ. ദെൻ അലത്തുള്ള അലി റിസ അസാഫി, ആയത്തുള്ള അലി റിസ അറാഫി എന്ന് പറയുന്ന വലിയ മൊല്ലാക്ക. അപ്പോൾ ഈ മൊല്ലാക്കമാരുടെ ഒരു ചീഫ് മൊല്ലാക്കേനെയാണ് ഈ സമിതിയിലുള്ളത്. അപ്പോൾ ഈ 3 പേരടങ്ങുന്ന സമിതിയിൽ ദിസ് ആയത്തുള്ള അലി റിസ അറാഫിയാണ് ഇപ്പോൾ ഖമനേയിയുടെ സീറ്റ് ഓക്യുപ്പൈ ചെയ്യുന്നത്, കറന്റ്ലി ഓക്യുപ്പൈ ചെയ്യുന്ന അദ്ദേഹമാണ്. അപ്പം അദ്ദേഹമാണ് ഈ പറയുന്ന IRGC എന്ന് പറയുന്ന ഈ മത പോലീസ്, ഒരു മത പോലീസാണ്. പക്ഷെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പട്ടാളമാണ്. ഇത് ഹമാസിന് കൂട്ടാം, ഇറാനിലുള്ള ഹമാസാണ്. അപ്പം ഇറാനിലെ ഈ ഹമാസിന്റെ പരിപൂർണ നിയന്ത്രണം ഈ ഖമനേയിയുടെ സീറ്റിൽ ആരിയിരിക്കുന്നു അയാൾക്കാണ്. അപ്പൊ അവരെപ്പോഴും കണ്ടിട്ടുള്ള തൊപ്പിക്കാരനാണ് അവിടെ കണ്ടിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ ആ സീറ്റിൽ വേണം എന്ന് ലാരിഞ്ചാനിക്ക് അറിയുന്നതുകൊണ്ടായിരിക്കും ലാരിഞ്ചാനി അതിൽ കയറി ഇരിക്കാൻ മെനക്കെടാതെ ഈ ഇദ്ദേഹത്തെ അവിടെ കയറ്റി പ്രതിഷ്ഠിച്ചെന്ന് വേണം വിചാരിക്കുക, ഒരു തൊപ്പിയുള്ള ആളാണ്. പക്ഷേ ഇദ്ദേഹം ഖമനേയിയെ പോലെ ഒന്നും വളരെ, ഖമനേയി ഈസ് എക്സ്ട്രീംലി എഫിഷ്യൻ്റ് ആയിട്ട് ഒരാളാണ്. ഏകദേശം 40 വർഷം ഇറാൻ അയാൾ അടക്കി ഭരിച്ചതാണ്. അയാളുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അയാൾക്കെതിരായിട്ടൊരു റിബൽ അവിടെ വളർന്നു വരാൻ അയാൾ ഒരു കാലത്ത് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 1,60,000 വരുന്ന IRGC എന്ന് പറയുന്ന ഒരു ഹമാസ് പോലത്തെ ഒരു ഭീകര സംഘടനയാണ്. അമേരിക്ക അതിനെ ഭീകര സംഘടനയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആ ഭീകര സംഘടന ഉപയോഗിച്ച് ഏതെങ്കിലും എതിർപ്പിന്റെ ശബ്ദം പുറത്തു വന്നാൽ അപ്പം തന്നെ അതിനെ കൊന്നുകളയുക എന്നുള്ളതാണ്. ഒരു തടവിലിടുക, അങ്ങനത്തെ പരിപാടി, അതിനെ കൊന്നുകളയുക. അങ്ങനെ എതിർപ്പിന്റെ ശബ്ദങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവിടെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഖമനേയിയെ കൊന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വിപ്ലവത്തിന് നേതൃത്വം ഏറ്റെടുക്കാനോ ഒരാളില്ല എന്നുള്ളത് ഈ മത നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പരാജയവുമാണ്. കാരണം രാജ്യം ഒരു എക്സ്ട്രീം കൊളാപ്സിലേക്കാണ് നീങ്ങുന്നത്. ഈ ഖമനേയിയെ റീപ്ലേസ് ചെയ്യാൻ അവിടെ ഒന്നുമില്ല. അപ്പം ഈ ലാരിഞ്ചാനി എന്ന് പറയുന്ന ആൾക്കൊന്നും ഖമനേയെ റീപ്ലേസ് ചെയ്യാനാവില്ല. കാരണം ഒരു വ്യക്തിപ്രഭാവം, ഖമനേയി വല്ലാത്ത ഒരു വ്യക്തിപ്രഭാവമുള്ള ആളാണ്. അതിൻ്റെ അടുത്തേക്ക് ആരെയും എത്തിക്കാൻ അയാൾ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് ഖമനേയി ഇല്ലെങ്കിൽ പിന്നെ വാക്വം എന്നുള്ള അവസ്ഥയാണ് അവിടെ ഉള്ളത്. അതിനിടയിലൂടെ ഇന്ന് കാലത്ത് ചില ന്യൂസുകൾ വരുന്നു, അടുത്ത ഖമനേയിയെ വാഴിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാളെ, ഒരു മുജ്തബ ഖമനേയി എന്ന് പറയുന്ന 2ാമത്തെ മകനെയാണ് അദ്ദേഹം കണ്ടുവച്ചിരുന്നത്. അയാളും കൊല്ലപ്പെട്ടതായി ന്യൂസുകൾ പുറത്തു വരുന്നുണ്ട്. അത് കൃത്യതയുണ്ട് ന്യൂസായിട്ട് വെരിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. ഇസ്രായേലും അമേരിക്കയും അങ്ങനത്തെ ഒരു അവകാശവാദം പറഞ്ഞിട്ടില്ല. ഇത് ഇറാനിൽ നിന്നുള്ള ചില ന്യൂസ് ഏജൻസികളാണ് പറയുന്നത് മുജ്തബ ഖമനേയിയും ഇന്നലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ അലി ലരിഞ്ചാനി അടക്കമുള്ള ആളുകൾ ഇന്നലെ ഖമനേയി കൊല്ലപ്പെട്ട സ്ഥലത്ത് രാവിലെ ഉണ്ടായിരുന്നു. ഒരു 7 o'clock മുതൽ 8:10 പ്രസിഡൻഷ്യൽ പാലസിൽ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ആക്രമണം ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ അത് വാസ്തവത്തിൽ 9 മണിക്ക് ഷെഡ്യൂൾ ചെയ്യപ്പെട്ട ഒരു മീറ്റിംഗ് 8:10 പ്രീപോൺ ചെയ്ത മീറ്റിംഗാണ്. ഏകദേശം 200ഓളം ഇസ്രായേലി വിമാനങ്ങൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നാണ് സൂചനകൾ കിട്ടുന്നത്. അമേരിക്കയോ ഇസ്രായേലോ ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്തതെന്ന് പറയുന്നില്ല. എങ്കിലും വാർ കാൽക്കുലേഷൻസ് അനുസരിച്ച് ടോമോഹാക്ക് മിസൈലുകൾ അമേരിക്കയുടെ എബ്രഹാം ലിങ്കൻ ഫ്ലൈറ്റ് കാരിയറിൽ നിന്ന്, വിമാനവാഹിനി കപ്പലിൽ നിന്ന് പാഞ്ഞ ടോമോഹാക്ക് മിസൈലുകൾ ഉപയോഗിച്ച് ഈ പ്രസിഡൻഷ്യൽ പാലൻസിന് ചുറ്റുമുള്ള റഡാർ സിസ്റ്റങ്ങൾ തകർത്ത് കളയുകയും അതിനുശേഷം ആകാശത്തിലേക്ക് പറന്നെത്തിയ ഇസ്രായേലിലെ വിമാനങ്ങൾ 200ഓളം വരുന്ന വിമാനങ്ങൾ അവിടെ ബോംബ് ചെയ്ത് ആ പ്രദേശം മൊത്തം തകർക്കുകയുമാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നത്. അപ്പോൾ ഈ CIA കൃത്യമായ ഇൻഫർമേഷൻ ആ സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ട്. 7 മണി വരെ അലി ലരിഞ്ചാനി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വേറെ ഏതോ ഒരു മിഷന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് ലരിഞ്ചാനി നിന്ന് രക്ഷപ്പെട്ടത്. മൊജിറ്റാബായ ഖമനേയി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ ഉള്ളവരെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ മൊജിറ്റാബ ഖമനേയി കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. എന്തായാലും ശരി, ഇറാന്റെ തലപ്പത്തുള്ള ഏറ്റവും തലപ്പത്തുള്ള 48 പൊളിറ്റിക്കൽ ലീഡേഴ്സും 40 മിലിറ്ററി ലീഡേഴ്സും എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. IRGCയുടെ ടോപ്പ് ബ്രാസുകളെല്ലാം തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ 48 പൊളിറ്റിക്കൽ ലീഡേഴ്സും ഖമനേയി മുതൽ ഇങ്ങോട്ടുള്ള 48 പൊളിറ്റിക്കൽ ലീഡേഴ്സും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആളുകളുടെ എണ്ണമൊന്നും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയല്ല. എത്ര പട്ടാളക്കാർ കൊല്ലപ്പെട്ടു, എത്ര നേതൃത്വം കൊല്ലപ്പെട്ടു, കാരണം ആളുകളെ കൊല്ലുക എന്നുള്ളത് അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ഒരു ടാർഗറ്റല്ല. നേരെ മറിച്ച് ഇറാൻ അവിടെ 9 ജൂസിനെ കൊന്നു, മറ്റേത് 1 ജൂനെ കൊന്നു ഒക്കെ ഉള്ളത് വലിയ ഗെയിനായിട്ട്, അതായത് അവരുടെ ഖമനേയി കൊല്ലപ്പെട്ട അതേ പ്രാധാന്യത്തോടെയാണ് ഇറാൻ ഈ കൊലപാതകങ്ങളെ, സാധാരണക്കാരുടെ കൊലപാതകങ്ങളെ ലിസ്റ്റ് ചെയ്യുന്നത് എന്ന് ഓർക്കണം. അതിൽ തന്നെ യുദ്ധത്തിൻ്റെ രീതി നമുക്ക് മനസ്സിലാകും. ഒരു ഭാഗത്ത് കൊല്ലപ്പെടുന്നത് 40 ടോപ്പ് ബ്രാസുകളാണ്, ഇവിടെ കൊല്ലപ്പെടുന്നത് സാധാരണ മനുഷ്യരാണ്. അപ്പം ഇറാൻ ഉണ്ടാക്കുന്ന അച്ചീവ്മെന്റ് അത്തരത്തിൽപ്പെടുന്നതാണ്, മറുഭാഗത്ത് ഉണ്ടാക്കുന്ന അച്ചീവ്മെന്റ് ഇത്തരത്തിൽപ്പെടുന്നതാണ്. അവരുടെ ഇറാന്റെ കയ്യിലുണ്ടായിരുന്ന 4 ഫൈറ്റർ ജെറ്റുകൾ, ആകെ 4-5 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അത് അവരുടെ എയർബേസിലിട്ട് തന്നെ അമേരിക്ക ഇന്നലെ ബോംബ് ചെയ്ത് തകർത്ത ചിത്രങ്ങളൊക്കെ നമുക്ക് പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. കൂടാതെ അമേരിക്കയുടെ B-2 ബോംബേഴ്സ് ഇന്നലെ 4 B-2 ബോംബേഴ്സ് ഇറാൻ മിഷൻസ് നടത്തിയിട്ടുണ്ട്. അവരുടെ കണക്ക് പ്രകാരം 800 സോർട്ടീസാണ് ഇന്നലെ ഇറാനിൽ. 800 സോർട്ടീസ് പറഞ്ഞാൽ 800 പറക്കലുകൾ, യുദ്ധവിമാനങ്ങൾ 800 സോർട്ടീസ് നടത്തിയിട്ടുണ്ട്. അവർ 2000-ലേറെ മ്യൂണീഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. വിച്ച് മീൻസ് 2000-ലേറെ ബോംബുകൾ അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. മിസൈലുകളുടെ അറ്റത്ത് ഘടിപ്പിച്ചുള്ള ബോംബുകൾ 2000-ലേറെയാണ് ഇന്നലെ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ ടോമോഹാക്ക് മിസൈലുകൾ, അതുപോലെ ഇസ്രായേലിൽ നിന്ന് ഉപയോഗിച്ചിട്ടുള്ള മിസൈലുകൾ, വിമാനത്തിൽ നിന്ന് ഉപയോഗിക്കാതെ ലാൻഡ് ടു ലാൻഡ് മിസൈലുകൾ വേറെയും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇറാനിൽ വന്ന നാശനഷ്ടങ്ങൾ ആരും എണ്ണുന്നില്ല, കാരണം അത് എണ്ണിയാൽ തീരത്തില്ല. ഇറാൻ വരുത്തുന്ന നാശനഷ്ടങ്ങൾ മാത്രമാണ് പബ്ലിക് മീഡിയയിൽ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ദറ്റ് മീൻസ് ഇനി എന്തുകൊണ്ട് ഇറാൻ ഇങ്ങനെ പരക്കെ ആക്രമിക്കും? ഇനി കാണുന്നവരെല്ലാം കുത്തുന്ന സ്വഭാവം എന്തിനാണ് ഇറാൻ ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അത് വാസ്തവത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് അവർ ചിന്തിച്ചിട്ടുണ്ട്. 2 കാരണങ്ങളാണ് നമുക്കതിന് കണ്ടുപിടിക്കാൻ പറ്റുക. ഒന്നുകിൽ അവർ വിചാരിക്കുന്നത് ഈ രാജ്യങ്ങളെല്ലാം കൂടെ ആക്രമിക്കുമ്പം ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഓടിപ്പാഞ്ഞ് എന്ന് അമേരിക്കയോട് അയ്യോ പ്ലീസ് ഈ യുദ്ധം നിർത്ത്, ഇല്ലെങ്കിൽ ഇവന്മാരെ ഞങ്ങളെ കൊന്നുകളയും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും കൂടി അമേരിക്കയെ നിർബന്ധിച്ച് ഈ യുദ്ധം നിർത്തിക്കും എന്നുള്ള ഒരു ചിന്തയാണ്. അതാണ് പൊളിറ്റിക്കലായിട്ട് വരാൻ സാധ്യതയുള്ള ചിന്ത. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ നേതൃത്വത്തിന് IRGCയുടെ മേലെയുള്ള പിടുത്തം പൂർണ്ണമായി നഷ്ടപ്പെടുകയും IRGC തനി തോന്നിയാസം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ IRGCയെ സംബന്ധിച്ച് അത് ഹമാസ് പോലത്തെ ഒരു ഭീകര സംഘടനയാണ്, മതസംഘടനയാണ്. അവരെ സംബന്ധിച്ച് ഒന്നെങ്കിൽ വിജയം അല്ലെങ്കിൽ മരണം എന്നുള്ളതാണ്. അതിൽ കുറഞ്ഞ് യാതൊരു കാര്യത്തിലും അവർ നിൽക്കില്ല. കാരണം ഇത് മതപരമായൊരു കൺവിക്ഷനാണ്. ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ്. ജൂനെ കൊല്ലുക എന്നുള്ളത് അവനെ ദൈവം ഏൽപ്പിച്ചു വിട്ട ജോലിയാണ്. അപ്പം അമേരിക്കയെയും ഇസ്രായേലിനെയും കൊല്ലുക എന്നുള്ളതാണ് ദൈവം ഏൽപ്പിച്ച ജോലി. അപ്പോൾ ദൈവം ഏൽപ്പിച്ച ജോലിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുത്തിന് വേറെ ഓപ്ഷനില്ല, ഒന്നെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അവനെ സംബന്ധിച്ച് ഇടയ്ക്ക് അത് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത്തരം ഒരു അതുകൊണ്ട് തന്നെ ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരുന്നത് എളുപ്പമല്ല. കാരണം അവസാനത്തെ IRGC-കാരൻ വരെ പൊരുതി നിൽക്കാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഹമാസിന്റെ കാര്യത്തിൽ കാണുന്നത് പോലെ ഇതിനെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്. കാരണം സോ കൺവിൻസ്ഡ്, ഇവരുടെ കൺവിക്ഷൻ അത്ര ഭയങ്കര. ഇത് പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി അല്ലല്ലോ ചെയ്യുന്നത്. ഈ യുദ്ധം ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയല്ല, ഇത് സ്വർഗത്തിൽ ഏതാണ്ടൊക്കെ സാധനങ്ങൾ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന IRGC എന്ന് പറയുന്ന ഈ ഫോഴ്സിനെ അതിനെ പൂർണ്ണമായും കൊന്നു തീർക്കുക എന്നല്ലാതെ ഒരു കോംപ്രമൈസിലൂടെ അതിനെ തീർക്കാനാവില്ല. അപ്പോൾ IRGCയുടെ മേലെയുള്ള പൊളിറ്റിക്കൽ നേതൃത്വത്തിന് പിടി നഷ്ടപ്പെട്ടു പോയി എന്ന സൂചന
ഇറാനിലെ ഭരണ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അവർ രാജ്യത്തെമ്പാടും ചിതറിക്കിടക്കുകയാണ്, പല പല പോക്കറ്റ്സ് ആയിട്ട്. അവർ ആ തരത്തിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. IRGC പ്രധാന കേന്ദ്രങ്ങളൊക്കെ തന്നെയും ഇസ്രായേൽ ബോംബ് ചെയ്ത് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഒരു കമാൻഡറിന്റെ വീട്ടിൽ 100 പേര് 50 പേര് അത്തരത്തിലുള്ള യൂണിറ്റ് രാജ്യത്ത് മുഴുവൻ ചിതറിക്കിടക്കുന്നുണ്ട്. അത് രാജ്യത്തുള്ള മനുഷ്യരെ ഒതുക്കി നിർത്താനും അതുപോലെ തന്നെ ഇതുപോലത്തെ മിസൈൽ ആക്രമണങ്ങൾ നടത്താനും വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇസ്രായേലിന് നേരെയുള്ള മിസൈൽ ആക്രമണങ്ങൾ കുറേ കോർഡിനേറ്റഡ് ആയിട്ടാണ്. അത് ഇറാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ, എൻ്റയർ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് ഒന്നിച്ചാണ് മിസൈലുകൾ വരിക. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1500-2000 കിലോമീറ്റർ സ്പാനിൽ നിന്നാണ് ഈ മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയക്കുന്നത്. അതായത് ഇസ്രായേലിലേക്ക് മിസൈലുകൾ എത്തുന്നത് പല ഡയറക്ഷനിൽ നിന്നാണ്. അപ്പോൾ പല ഡയറക്ഷനിൽ നിന്ന് വരുന്ന മിസൈലുകളെ റഡാറുകൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ റഡാറുകളുടെ ശ്രദ്ധ പല ഭാഗത്തേക്കായിട്ട് തിരിഞ്ഞു പോകും, ആ കോർഡിനേഷൻ തെറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങൾ സാച്ചുറേഷൻ പോയിന്റ് കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചില മിസൈലുകൾ ഉള്ളിൽ പ്രവേശിക്കുന്നതും അത് താഴെ വീഴുന്നതും. ഇത് ഇറാൻ പണ്ട് മുതലേ പ്രയോഗിക്കുന്ന ടെക്നോളജിയാണ്. ഈ ടെക്നോളജി ഓവർകം ചെയ്യാനാവില്ല. കാരണം ഇത് എല്ലാ ടെക്നോളജിക്കും ഒരു ക്ലൈമാക്സ് ഉണ്ട്, ഒരു സാച്ചുറേഷൻ ഉണ്ട്. ആ സാച്ചുറേഷൻ്റെ പുറത്തേക്ക് ഇത് കൊണ്ടുവരാവുന്നതാണ്. പക്ഷെ ഒരുപാട് ദിവസം ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന്, ഇവരുടെ മിസൈലുകൾ പെട്ടെന്ന് തീർന്നു പോകും. രണ്ട്, ഇവർ മിസൈൽ അയക്കുന്ന ഓരോ പോയിന്റും ഇറാന്റെ ആകാശത്ത് നിന്ന് നോക്കുന്ന റെക്കഗ്നൈസസ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച്, ഞാൻ പറഞ്ഞ അവാക്സ് പോലുള്ള സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എവിടുന്നാണ് ഈ മിസൈൽ പൊന്തിയത് എന്ന് കണ്ടെത്തി ആ പോയിന്റിലേക്ക് അപ്പം തന്നെ ടൊമോഹാക്ക് മിസൈലുകൾ അയച്ചുകൊണ്ട് ആ പോയിന്റ് നശിപ്പിച്ച് കളയാണ്. കൂടാതെ B-2 ബോംബേഴ്സ് ഇന്നലെ ചെയ്ത പ്രധാന ജോലി 1 ടണ്ണോളം ഭാരമുള്ള ബോംബുകൾ ഇവരുടെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റി എന്ന് പറയുന്ന സാധനങ്ങളുടെ മുകളിൽ കൊണ്ടിടുകയാണ്. അപ്പോൾ ഇന്നലെ കാണിച്ചൊരു പെർഫോമൻസ് ഇന്ന് കാണിക്കാൻ ഇറാനാവില്ല. ഇന്ന് കാണിക്കുന്ന പെർഫോമൻസ് അവർക്ക് നാളെ കാണിക്കാനാവില്ല. കാരണം അവർ എവിടുന്നാണോ മിസൈലുകൾ അയക്കുന്നത് ആ മിസൈൽ അയക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയും തകർത്ത് കളയുക എന്നുള്ള, കാരണം ഇവരുടെ ഉള്ള ആകെ ആയുധം എന്ന് പറയുന്നത് മിസൈലും ഡ്രോണും മാത്രമാണ്. അപ്പോൾ ഇത് എവിടുന്നാണോ ഇവർ അയക്കുന്നത്, ഈ അയക്കുന്ന സ്ഥലങ്ങൾ ഒന്നൊന്നായിട്ട് തകർത്ത് കളയുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് അമേരിക്കയും ഇസ്രായേലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇനീഷ്യലായിട്ടുള്ള ഒരു കത്തിക്കൽ മാത്രമാണ് ഇവർക്ക് ചെയ്യാൻ സാധിക്കുക. പക്ഷേ ബാക്കി ഈ പറയുന്ന IRGC എന്ന് പറയുന്ന സാധനം അവസാനത്തെ പോയിന്റ് വരെ അവർക്ക് പുറത്താരെ ആക്രമിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരകത്തുള്ളവരെ കൊന്നുകൊണ്ട്, അല്ലെങ്കിൽ മദർ റജീമിനെതിരെ ആര് തലവെക്കുന്ന അവനെ കൊന്നുകൊണ്ട് അവരോട് ആക്റ്റീവായിട്ട് നിൽക്കാൻ, ഇതായിട്ട് ഹമാസ് ചെയ്യുന്ന പോലെ സ്വന്തം ജനത്തെ കൊല്ലുന്ന പരിപാടി ഹമാസ് അവിടെ ചെയ്യുന്ന നമുക്കറിയാം എന്ന് പറയുന്നത് പോലത്തെ ഒരു പരിപാടിയായിട്ട് അവിടെ നിലനിൽക്കാനാണ് സാധ്യത. അതിനിടയിലൂടെ ഇതിലിപ്പം ഇവർ ഈ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുക വഴി, ഞാൻ പറഞ്ഞു അവർ ഉദ്ദേശിച്ചത് ഈ രാജ്യങ്ങളെല്ലാം കൂടി അമേരിക്കയെ പ്രേരിപ്പിക്കുന്നതാണ്. പക്ഷെ വാസ്തവത്തിൽ നേരെ എഗനസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത്. കാരണം അറബ് രാജ്യങ്ങളുടെ മുഴുവൻ ശത്രുത വാങ്ങിക്കിട്ടുകയാണ് ചെയ്തത്. ഈ അറബ് രാജ്യങ്ങളുടെ ശത്രുത വാങ്ങിക്കിട്ടുന്ന സമയത്തും അറബ് രാജ്യങ്ങൾ തങ്ങളുടെ വീക്ക്നെസ് വല്ലാതെ തിരിച്ചറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം അവർക്ക് ഇത്തരം കാര്യങ്ങളെ തടയാൻ സാധിക്കുന്നില്ല. അമേരിക്കയാണ് അവരെ ഇതിനകത്ത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത്. അവരുടെ സ്വന്തമായ മിലിറ്ററി ഉപയോഗിച്ച് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരിക്കൽ കൂടി അവർ തങ്ങളുടെ ബലഹീനത തിരിച്ചറിയുകയും അവർ കൂടുതൽ അമേരിക്കൻ പക്ഷത്തേക്കും ഇസ്രായേൽ പക്ഷത്തേക്കും ചായുകയും അങ്ങനെ ഇസ്രായേലിന് മിഡിൽ ഈസ്റ്റിൽ വല്ലാത്ത മേൽക്കൈ കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഈ അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ഈ ഒരു സാധനം മിക്കവാറും ഈ ഇറാൻ യുദ്ധം കഴിയുന്നതോടെ എല്ലാവരോടും കൂടി ഒപ്പിട്ട് അതോടെ ഈ പാലസ്റ്റീൻ ഗോസും ഹിസ്ബുള്ളയും എല്ലാ ബുള്ളയും ഇതോടെ തീരാനാണ് സാധ്യത. ഇതിനിടയിലൂടെ ഹിസ്ബുള്ള ലെബനോണിൽ നിന്ന് ചെറുതായിട്ട് വാലുപൊക്കി തുടങ്ങിയിട്ടുണ്ട്. വാലുപൊക്കിയ സ്ഥലങ്ങളിലൊക്കെ ഇസ്രായേൽ കാര്യമായ ആക്രമണം തിരിച്ചു നടത്തുന്നുണ്ട്. ഹൂതികളുടെ അനക്കം ഇതുവരെ ഉണ്ടായതായിട്ട് വിവരമില്ല. അപ്പം അതിനിടയിലുള്ള സൗദി രാജാവ് ഈ യുദ്ധം നടത്താൻ വേണ്ടി ട്രംപിനെ പ്രേരിപ്പിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൗദി രാജാവ് യുദ്ധം ചെയ്യരുതെന്നൊക്കെയാണ് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ സ്വകാര്യമായി എത്രയും വേഗം ഇറാനെതിരെ യുദ്ധം ചെയ്യണമെന്നും ഇറാനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി ഖമനേയെ വധിക്കണമെന്നും സൗദി രാജാവ് ട്രംപിനെ പ്രേരിപ്പിച്ചതായി ന്യൂയോർക്ക് ടൈംസിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇനി ഹോർമസ് കടലിലേക്ക് ദാറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മളതിലേക്ക് തൊട്ടില്ല. ഹോർമസ് കടലിലേക്കാണ് ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്. ഇപ്പം ദുബായ് ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ഒമാനിൽ ആക്രമിച്ചു, സൗദി അറേബ്യ ആക്രമിച്ചു എന്നതിനേക്കാളൊക്കെ ഏറെ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയം ഹോർമസ് കടലിടുക്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കാരണം ലോകത്തിൻ്റെ ഓയിൽ ട്രാൻസ്പോർട്ടിൻ്റെ ഏകദേശം 18% ഹോർമസ് കടലിടുക്കിലൂടെയാണ് നടക്കുന്നത്. ഗ്യാസ് ട്രാൻസ്പോർട്ടിൻ്റെ ഏകദേശം 28% അതിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഓയിൽ വില വല്ലാതെ കൂടുമെന്ന് നമുക്കറിയാം. അതുപോലെ ഗ്യാസിന് ഷോർട്ടേജ് ഉണ്ടാവും. അപ്പോൾ ഹോർമസ് കടലിടുക്കിലെ ഇതുവരെ ഒരു കപ്പലിനെയും ഇറാൻ ആക്രമിച്ചിട്ടില്ല. പക്ഷേ ഹോർമസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കാൻ ഒരു കപ്പലുകളും ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിലൂടെ
ഇറാന്റെയും ചൈനയുടെയും മാത്രം കപ്പലുകളാണ് കറന്റ്ലി പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ അത് ഏകദേശം ഒരു 32 കിലോമീറ്റർ 33 കിലോമീറ്റർ ആണ് അതിൻ്റെ മാക്സിമം വീതി, മിനിമം വീതി. അപ്പം അത്രയും വീതിയുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ പകുതി ഒമാൻ അവകാശപ്പെട്ടതാണ്, ബാക്കി പകുതി ഇറാന് അവകാശപ്പെട്ടതാണ് നിയമം അനുസരിച്ച്. അതിനിടയ്ക്കുള്ള 1.5 കിലോമീറ്ററോളം വീതിയുള്ള സ്ഥലമാണ് ഇന്റർനാഷണൽ സീ ആയിട്ട്, എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള സീ ആയിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇത്രയും ചെറിയ വീതിയുള്ള സ്ഥലത്ത് എവിടെ വേണമെങ്കിലും ആക്രമണം സംഘടിപ്പിക്കാൻ ഇറാന് സാധിക്കും. അവർ നേരത്തെ പറഞ്ഞിരുന്നത് യുദ്ധം തുടങ്ങിയാൽ വിത്തിൻ ഹാഫ് ആൻ അവർ ഞങ്ങളത് മൈൻ ചെയ്ത് തീർക്കുമെന്നാണ്. പക്ഷെ മൈനിങ് ഒന്നും ഇതുവരെ നടത്തിയതായിട്ട് അറിവില്ല. അതുപോലെ ഇറാൻ ഇതുവരെ അതിലൂടെ കപ്പലുകൾ കടന്നു പോകരുത്, ഞങ്ങളതിനെ ആക്രമിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പക്ഷേ അവിടേക്ക് കടക്കുവാൻ കപ്പലുകൾ ഭയപ്പെടുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അത് ഓയിൽ ട്രാൻസ്പോർട്ടിനെ ബാധിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഓയിലിന്റെ വില കൂടുന്നുമുണ്ട്. ഈ യുദ്ധം തണുക്കുന്നതിനനുസരിച്ച് ഒരു സ്വാഭാവിക രീതിയിലാണെങ്കിൽ ഈ വല്ലാതെ നീളാനുള്ള സാധ്യതയില്ല. ഞാൻ പറഞ്ഞതുപോലെ അമേരിക്കയും ഇസ്രായേലും വലിയ പ്രിപ്പറേഷനോടെയാണ് ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയിരുന്നത്. അപ്പോൾ അവർ ഇത് മുൻകൂട്ടി കണ്ട രീതി തന്നെയാണ്. പക്ഷെ അതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, ഈ ഭരണത്തിൽ വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് അത് പ്രീ കാൽക്കുലേഷൻസ് ഒരിക്കലും വർക്കാവില്ല. കാരണം ഖമനേയിയെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സാഹചര്യം എന്താണ്, ഈ മദർ റെജീം എപ്പം വീഴും എന്നുള്ള കാൽക്കുലേഷനെ സംബന്ധിച്ച് ഒരു ഉറപ്പും ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ടാവില്ല. ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കാൻ കഴിയണം. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചത് ഖമനേയിക്ക് 3 ആൺമക്കളുണ്ട്. അതിൽ മുസ്തഫ എന്ന് പറയുന്ന മൂത്ത ആളുണ്ട്, പിന്നെ ഈ മൊജ്തബ ഖമനായി എന്ന് പറയുന്ന രണ്ടാമത്തെ ആളുണ്ട്. അപ്പോൾ മൂത്തയാളും രണ്ടാമത്തെ ആളും തമ്മിലൊരു പവർ സ്ട്രഗിൾ സൃഷ്ടിക്കാനാണ് അമേരിക്ക ശ്രമിക്കുക എന്നൊരു സൂചനയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തവനെ തീർത്തിട്ട്, മൂത്തവൻ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അത്യാവശ്യം കിട്ടിയിട്ടുള്ളവനാണ്, അവനെ ആ കസേരയിൽ ഇരുത്തിക്കൊണ്ട് ഒരുപക്ഷെ തീരാനുള്ള സാധ്യതയെക്കുറിച്ച് ഉള്ള ചർച്ചകൾ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടാമത്തവൻ മരിച്ചു എന്നൊരു സൂചന വരുന്നുണ്ട്. ഇതിൽ മൂത്തവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ യുദ്ധത്തിനൊരു പരിഹാരം കണ്ടെത്താനാവുമോ? ഇപ്പം ഷായുടെ മകനെ കൊണ്ടിരുത്തിയിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇറാൻ ഒരു വലിയ രാജ്യമാണ്. മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇറാൻ വലിയ പാരമ്പര്യമുള്ള രാജ്യമാണ്. 10,000 വർഷത്തെ 4,000 വർഷത്തെ ചരിത്രമുള്ള രാജ്യമാണ്. ഒരു പ്രത്യേക റേസാണ്. അവർ അറബികളല്ല, അവരത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് റേസ്. തലയ്ക്കകത്ത് ആൾത്താമസമുള്ള കൂട്ടരാണ്. അതുപോലെ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള കൂട്ടരാണ്. അപ്പം അതിനകത്ത് ഒരു റിബലിയൻ ഉണ്ട് എന്നുള്ളതാണ് ആ രാജ്യത്തെ സംബന്ധിച്ച് അമേരിക്കൻ ഇസ്രായേൽ ഇടപെടലുകളുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. ഈ ഖമനേയി റെജിമിനെതിരായിട്ട് 80% ആളുകളും മനസ്സുകൊണ്ട് ഈ റെജിമിനെതിരാണ്. അതാണ് ഇതിനകത്തെ പോസിറ്റീവ് കാര്യം. ഇല്ലെങ്കിൽ ഇതിനകത്ത് ഇത് വർക്കാവാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വലിയ വാശിയുള്ളൊരു ജനതയാണ്. അതിനോട് അങ്ങനെ യുദ്ധം ചെയ്ത് അതിനെ അങ്ങോട്ട് കീഴ്പ്പെടുത്താനാവില്ല, അവരങ്ങനെ വഴങ്ങിത്തരില്ല. അപ്പം ഈ ഉള്ളിലുള്ള റിബലിയനെ വളർത്തിയെടുത്തുകൊണ്ട് അവിടെ ഒരു ഭരണമാറ്റം വരുത്തണം. അപ്പോൾ ഒരു ഭരണമാറ്റം വരുത്തുമ്പോഴും ഇത് പൂർണ്ണമായും IRGCയുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ IRGCയുടെ സ്പ്ലിറ്റ് ഉണ്ടായതായി ഇതുവരെ ലക്ഷണമില്ല. IRGC സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ എളുപ്പമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹമാസ് പോലത്തെ ഒരു മതസംഘടനയാണ്. അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അത് പലപ്പോഴും അധികാരത്തിനോ പണത്തിനോ വഴങ്ങിയെന്ന് വരികയില്ല. മാത്രമല്ല, അവരുടെ ഒരു ആയിട്ടുള്ള പണമുണ്ട്. രാജ്യത്തെ മൊത്തം എക്കോണമിയുടെ പകുതി കൈകാര്യം ചെയ്യുന്ന IRGC ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതെങ്ങനെ ന്യൂട്രലൈസ് ചെയ്യും എന്നുള്ള ഒരു വലിയ ഒരു കടിച്ചാപ്പൊട്ടാത്ത ഒരു വിഷയം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആരാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ? അപ്പം മതത്തെയും അമേരിക്കയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരാൾ വേണം. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരാൾ. അവിടെ ലോങ് റേഞ്ച് മിസൈലുകൾ ഉണ്ടാകാൻ പാടില്ല, ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകാൻ പാടില്ല, കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇതിനെല്ലാം പറ്റിയ ഒരാൾ, പ്ലസ് അയാൾക്ക് ഈ മതത്തിന് മേലെ ഇൻഫ്ലുവൻസ് ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തിയാൽ മാത്രമാണ് ഇതിന് ഒരു പരിഹാരം ഉണ്ടാവാൻ സാധിക്കുക. ഇല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് അനാർക്കിയിലേക്ക് പോകും. രാജ്യത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാവും. രാജ്യത്തിൻ്റെ മേലെയുള്ള പിടി പൂർണ്ണമായിട്ട് അയഞ്ഞു പോകും. അത്തരം ഒരു സാഹചര്യം ആർക്കും നല്ലതല്ല. ഇറാനും നല്ലതല്ല, അതിൻ്റെ സമീപത്തുള്ള രാജ്യങ്ങൾക്കും നല്ലതല്ല, യുദ്ധം ചെയ്തവർക്കും നല്ലതല്ല, അങ്ങനെ ആർക്കും നല്ലതല്ല. ഇനി അവസാന ഭാഗത്ത്, നമ്മുടെ അനാലിസിൻ്റെ അവസാന ഭാഗത്ത് കാണാൻ രസമുള്ള കാര്യം, ഈ ഇറാൻ ഇത്രയും വലിയ ആക്രമണങ്ങളൊക്കെ ഗൾഫ് മേഖലയിൽ സംഘടിപ്പിച്ചിട്ടും 10-ൽ താഴെ ആളുകളാണ് ആകെ അവിടെ മരിച്ചിട്ടുള്ളത്. ഇതിലൊന്നും പെടാത്ത പാകിസ്ഥാനിലെ ഏകദേശം 20 പേര് മരിച്ചു എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ ഇതിലൊന്നും ആളില്ല. പക്ഷെ അവർ ഈ യുദ്ധത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങളുണ്ടായത് പിന്നെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ്. ഏറ്റവും കൂടുതൽ പ്രകടനങ്ങൾ ഉണ്ടായത് അയത്തുള്ള ഖമനേയി വധിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്ട്രീറ്റിലിറങ്ങി ബഹളം കൂട്ടിയത് പാകിസ്ഥാനിലും ഇന്ത്യയിലുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ഭീകര പ്രവർത്തനത്തിന് ഇന്ന് ഏറ്റവും അധികം പിന്തുണക്കാരുള്ളത് നമ്മളുടെ ഈ നാട്ടിലും പാകിസ്ഥാനിലുമാണ് എന്നുള്ളൊരു വസ്തുതയാണ്. ഈ നാട്ടിൽ വാലുവെക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടൊരു ഭരണം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വാലുവെക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നു. പാകിസ്ഥാൻ അങ്ങനെ ഒരു ഭരണം ഇല്ലാത്തത് കൊണ്ട് അമേരിക്കൻ കോൺസുലേറ്റ് തല്ലിപ്പൊളിക്കാൻ പോയി, UN-ന്റെ അവിടുത്തെ ഓഫീസ് തല്ലിപ്പൊളിക്കാൻ പോയി, അവിടെ പോലീസുകാരൊന്ന് വെടിവെച്ചു. അങ്ങനെയാണ് 10-20 ആൾക്കാർ പോയത്. അപ്പം ഈ പറയുന്ന സ്ഥലങ്ങളിൽ, അപ്പോൾ ഈ പറയുന്ന ഖമനേയിക്ക് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ
അനുയായികൾ നമ്മുടെ നാട്ടിലും നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലും ഉണ്ടെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇറാനിൽ പോലും 80% ആളുകൾ നൃത്തം ചെയ്യുന്നു, 20% ആളുകൾ അവരുടെ ഒരു പിന്നെന്താ പറയുക ഒഫീഷ്യൽ ക്രൈങ് എന്നൊരു സാധനമുണ്ട്. അവിടെ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ നിലവിളിച്ച് കാണിക്കണം. അങ്ങനെ നമ്മുടെ ഈ കേരളത്തിലൊക്കെ ചില ഭാഗത്ത് കണ്ണോക്ക് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു പരിപാടി. അപ്പം ജനം ഇങ്ങനെ സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് നെഞ്ചത്തടിച്ച് അയ്യോ 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 എന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അകത്ത് പോയി ഭക്ഷണം കഴിക്കും, വീണ്ടും പുറത്ത് വന്ന് കരഞ്ഞ് കാണിക്കും. അങ്ങനത്തെ ഒരു സംവിധാനം ഇപ്പോൾ അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായൊരു സംഗതിയായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഞാൻ വിചാരിക്കുന്നു ഇത് ഇന്നലത്തെ ഒരു ഇന്റൻസിറ്റിയിൽ ഇന്ന് യുദ്ധം മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ.